രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ ഒന്നാം ഭാഗത്തേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവാഹത്തിന് മാസങ്ങൾക്ക് മുമ്പേ ഏത് ജ്വല്ലറിയിൽ നിന്നും ആഭരണം എടുക്കണം, ഏത് കടയിൽ നിന്നും വസ്ത്രങ്ങൾ എടുക്കണം, ഏത് ബ്യൂട്ടി പാർലറിൽ ഒരുങ്ങണം എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദാമ്പത്യത്തിൽ അതിപ്രധാനമായ സ്ഥാനമുള്ള രക്ഷാകർതൃത്വത്തെക്കുറിച്ച് സാധാരണഗതിയിൽ ആരും തന്നെ ചിന്തിക്കാറില്ല. വിവാഹത്തിന് എത്ര നാൾക്ക് ശേഷം നമുക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണഗതിയിൽ ആരും സംസാരിക്കാറ് പോലുമില്ല. എൻ്റെ കൂട്ടുകാരിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിവാഹത്തിന് മുമ്പേ പരിചയക്കാരായിരുന്നു അവർ. സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, നമുക്ക് വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങൾ, അതുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ മാസം തന്നെ പെൺകുട്ടി ഗർഭിണിയായി. പ്രശ്നം 2 വീടുകളിലും അറിഞ്ഞു. പെങ്കൊച്ചിൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഒരു ചിലവ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത ചിലവ് ദേ വന്നു കഴിഞ്ഞു. പയ്യൻ്റെ അമ്മ പറഞ്ഞു, യോ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളല്ലോ, നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും. 2 പേരും കൂടെ തീരുമാനിച്ചെന്നാൽ നമുക്കൊരു ഡോക്ടറെ കണ്ടു കളയാം. അങ്ങനെ 2 പേരും കൂടി ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, മക്കളെ, ആദ്യത്തെ കുഞ്ഞാണ്, ഇതിനെ നശിപ്പിച്ചാൽ വീണ്ടും ഒരു കുഞ്ഞിന് ചിലപ്പം നിങ്ങൾ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനിതിനെ അനുകൂലിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, അങ്ങനെയെങ്കിൽ ഇതിനെ അങ്ങ് വളർത്തിയേക്കാം എന്ന് പറഞ്ഞ് 2 പേരൂടെ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുകയാണ്. ജന്മം കൊടുത്താൽ മാത്രം അപ്പനോ അമ്മയോ ആകുന്നില്ല. ജീവിതം കൊടുത്തെങ്കിൽ മാത്രമേ ഒരു നല്ല രക്ഷകർത്താവാകാൻ പറ്റുകയുള്ളൂ. രക്ഷകർത്താക്കൾക്ക് ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളുണ്ട്. പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ മിടുമിടുക്കരാക്കാം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. രക്ഷിതാവിൻ്റെ പവിത്രമായ ഉത്തരവാദിത്വം. നിങ്ങളുടെ കുട്ടി ആരുമാകാം. ഒരു ജീനിയസ് ആകാം, മണ്ടനുമാകാം. നിങ്ങളുടെ കുട്ടി ഒരു മഹാത്മാഗാന്ധിയാകാം, ഒരു ഹിറ്റ്ലറുമാകാം. കുട്ടി നന്നാകാം, പിഴച്ചും പോകാം. കുട്ടിയെ നന്നാക്കാൻ നമുക്ക് നന്നാകാം. നമുക്ക് നല്ല രക്ഷിതാക്കളാവാം, ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കളാവാം, വിവേകമുള്ളവരാകാം, കുട്ടിയെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നവരാവാം, നന്നായി പഠിപ്പിക്കുന്നവരാകാം, നന്നായി വളർത്തുന്നവരാവാം, നന്നായി പരിശീലിപ്പിക്കുന്നവരാവാം. അപ്പോൾ കുട്ടി നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണം. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു കുഞ്ഞിനെ വളർത്തുവാൻ. കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അത്യന്തം ചുമതലാബോധവും അത്യന്തം ചിട്ടയുള്ളതുമായ ഒരു പ്രവർത്തനമാണെന്ന് കരുതാം. തയ്യാറെടുപ്പ് വേണം. ഏതൊരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. പേരൻറ്റിങ് ഈസ് ആൻ ആർട്ട്. ഏതൊരു കലയ്ക്കും തയ്യാറെടുപ്പ് വേണം, ചിട്ടയായ പരിശീലനം വേണം, ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് വേണം. എന്തിനാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്? ദമ്പതികൾ തമ്മിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ദമ്പതികളിൽ നടത്തുന്ന പഠനങ്ങളിൽ പോലും വിവാഹം കഴിച്ച 6 മാസത്തിനകം ഉള്ളവരെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതാവും ഏറ്റവും നല്ലത്, അതായത് 6 മാസത്തിന് ശേഷം. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ, പ്രായം എല്ലാം നോക്കി വേണം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. അപ്പോൾ 2 പേരും പരസ്പരം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷം വേണം അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ കുഞ്ഞ് അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ ജനിക്കാൻ. എൻ്റെ വിഷയത്തിൻ്റെ തീം ഇതാണ്: ഹൃദയത്തിൻ്റെ അഭിലാഷത്തിൽ നിന്നും കുഞ്ഞ് ജനിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിൽ വേണം ആദ്യം കുഞ്ഞ് ജനിക്കാൻ. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടങ്ങളിൽ വേണം ആദ്യം കുഞ്ഞ് പിറക്കാൻ. അതിനുശേഷമേ അമ്മയുടെ ഉദരത്തിലേക്ക് കുഞ്ഞ് പിറക്കാവൂ. ഞങ്ങളുടെ ഒരു സുഹൃത്തൊരിക്കൽ വളരെ വേദനയോടുകൂടി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ മനസ്സു നൊന്ത് വളരെ വേദനിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്, എനിക്ക് ഇത് തന്നെ വരണം. അതിനുശേഷം ആത്മകഥമായിട്ട് പറയുകയാണ്, കുടിച്ച് 4 കാലിൽ ഞാൻ നടന്നപ്പോൾ എനിക്കുണ്ടായ മോനാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ മകൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ അപ്പൻ്റെ പേരും പറഞ്ഞ് പലരുടെയിൽ നിന്നും പണം കടം വാങ്ങിക്കുക, സമയത്തിന് കൊടുക്കാതിരിക്കുക, ആൾക്കാർ അന്വേഷിച്ച് വീട്ടിൽ വരുമ്പോൾ അപ്പൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതിൽ മനസ്സ് നൊന്ത് അപ്പൻ പറയുകയാണ്, ഞാനിതൊക്കെ അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് തീർച്ചയായിട്ടും നേരത്തെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പ്രാചീന ഗ്രീസിലെ ഭരണാധിപന്മാർക്ക് തങ്ങളുടെ അടുത്ത തലമുറ കലകളിൽ നിപുണരും സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഗർഭിണികളെ സുന്ദരങ്ങളായ ശില്പങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിൽ കഴിയാൻ പ്രേരിപ്പിച്ചിരുന്നു അത്രേ. സുന്ദരമായ ശില്പങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിൽ കഴിയുന്ന ഒരു ഗർഭിണിയുടെ മനസ്സ് സദാ ശാന്തമായിരിക്കും, സന്തോഷം നിറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ള ഒരു അമ്മയുടെ വയറ്റിൽ നിന്നും പിറക്കുന്ന കുഞ്ഞ് കലകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ളവനും സൗന്ദര്യമുള്ളവനും ആരോഗ്യമുള്ളവനുമായിരിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഭരണാധിപന്മാർ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ്. കുഞ്ഞിൻ്റെ സ്വഭാവം അമ്മയുടെ അഭിലാഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ടാഗോറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, ഞാൻ എവിടെ നിന്നാണ് വന്നത്? എന്നെ എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ? കുഞ്ഞിനെ മാറോട് ചേർത്ത് ചിരിച്ചും കരഞ്ഞും കൊണ്ട് അമ്മ പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായിരുന്നു. എന്നെ ഇതിൽ ഏറ്റവും അധികം സ്പർശിച്ച ഒരു വാക്ക് ചിരിച്ചും കരഞ്ഞും കൊണ്ട് എന്നുള്ളതാണ്. ചിരിക്കുകയും കരയുകയും ഒരുമിച്ച് ചെയ്യുന്നത് ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിലാണ്, ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭ്രാന്തിനോളം എത്തുന്ന സ്നേഹമാണ്. ചിരിച്ചും കരഞ്ഞും കൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് അമ്മ പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൻ്റെ അഭിലാഷമായി പിറക്കേണ്ടവരാണ്. റെയ്നോൾസിൻ്റെ വളരെ പ്രശസ്തമായ 2 പെൺകുട്ടികൾ എന്ന ചിത്രം, ആ ചിത്രം ഭിത്തിയിൽ തൂക്കിയിരുന്ന ദമ്പതികൾ, അതിലെ അമ്മ സദാ ആ പെൺകുട്ടികളെ, ചിത്രത്തിലെ പെൺകുട്ടികളെ നോക്കി ആഗ്രഹിക്കുമായിരുന്നു, ഇത്രയും സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് പിറന്നിരുന്നെങ്കിൽ. അതിശയകരമെന്നേ പറയേണ്ടു, വളരെ സൗന്ദര്യമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ അവർക്ക് പിറന്നു. പലരും ചോദിച്ചു, അപ്പനും അമ്മയ്ക്കും ഇല്ലല്ലോ ഇത്രയ്ക്ക് സൗന്ദര്യം, പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കിട്ടി ഇത്ര സൗന്ദര്യം? അതിൽ അമ്മ പറയുന്നു, ഞാൻ എൻ്റെ ഗർഭാവസ്ഥയിൽ മുഴുവൻ ആഗ്രഹിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും ഈ കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ അമ്മയുടെ സ്വപ്നങ്ങൾക്ക് കുഞ്ഞിൻ്റെ സൗന്ദര്യത്തെയും സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു വയസ്സുവരെയെങ്കിലും കുഞ്ഞിനോടൊപ്പമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചി 7 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് കരഞ്ഞ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ ഓർത്ത്, ഇവരെന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നത്, ജോലി അങ്ങ് രാജിവെച്ചാൽ പോരെ. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് കടന്നു, സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കി 2 പേരും കൂടെ ഒരുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന സത്യമൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കും തോന്നി, അവർ വിചാരിച്ചതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. പക്ഷേ എന്നാലും 7 ദിവസം പ്രായമുള്ള കുഞ്ഞ്, 7 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നാട്ടിലാക്കി വിദേശത്തേക്ക് പറക്കുന്ന അമ്മയുടെ നൊമ്പരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 1.5 വയസ്സ് വരെയെങ്കിലും അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളരാനുള്ള കുഞ്ഞിൻ്റെ അവകാശത്തെ ഹനിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമവും ഉണ്ടാവും. അപ്പോൾ രണ്ടും കാര്യമായിട്ട് എടുത്തുകൊണ്ട് 2 പേർക്കും വേണ്ടത്ര കുഴപ്പങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ മുന്നേറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഓരോ കുടുംബത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു അടിച്ചേൽപ്പിക്കലല്ല വേണ്ടിയത്. 2 പേരും അല്ലെങ്കിൽ 2 പേരുടെ കുടുംബങ്ങളും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ. തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഹൃദയങ്ങൾ മുറിപ്പെട്ടു എന്ന് വരും. അത് ചിലപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയെയും അമ്മയുടെ ഭാവിയെയും ഒക്കെ ദോഷകരമായി ബാധിച്ചേക്കാം. അപ്പോൾ 1.5 വയസ്സ് വരെയെങ്കിലും അല്ലെങ്കിൽ 1 വയസ്സ് വരെയെങ്കിലും അമ്മയുടെ പാൽ കുടിച്ചു വളരാനുള്ള കുഞ്ഞിൻ്റെ അവകാശത്തെ ഹനിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിൽ 1000 ബില്യൺ നാഡീകോശങ്ങളുണ്ടെന്നാണ് പറയുക. ഈ നാഡീകോശങ്ങൾ ഏറ്റവും വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നത് ആദ്യത്തെ 6 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് പറയുക. അപ്പോൾ ഈ ആദ്യത്തെ 6 വയസ്സുവരെ ഉള്ള കാലഘട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിക്കല്ലാണെന്ന് പറയാം. അടിസ്ഥാനം ശരിയായാൽ ബാക്കിയൊക്കെ തന്നെ ശരിയാകുമെന്ന് പറയുന്നതിൽ ഒത്തിരി കാര്യമുണ്ട്. ഈ 6 വയസ്സുവരെയുള്ള കാലത്ത് അവൻ പലതും നിരീക്ഷിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, പലതും പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പ്രായത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം, കുടുംബത്തിൻ്റെ സംരക്ഷണം,
ഭദ്രത, ഇതൊക്കെ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ്. അത് ഭാവിയിൽ ഒരു നല്ല ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവനെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യത്തെ 6 വയസ്സ് വരെയുള്ള പ്രായം വളരെ പ്രധാനപ്പെട്ടത്, ആദ്യത്തെ 1 വയസ്സ് അതിലേറെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പരസ്പരം സംസാരിച്ച് വേണം ജോലിയുള്ള മാതാപിതാക്കന്മാർ തീരുമാനമെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ മുന്നിട്ടിറങ്ങേണ്ടത്. മറ്റൊന്ന്, ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കലല്ല സ്നേഹം എന്നുള്ളതാണ്. കുഞ്ഞു കരയുമ്പോഴേ, കുഞ്ഞു നോക്കുമ്പോഴേ അവൻ ആഗ്രഹിച്ചതാണല്ലോ, അവൻ ഇഷ്ടപ്പെട്ടതാണല്ലോ എന്നോർത്ത് എല്ലാം വാങ്ങിച്ചങ്ങ് കൊടുക്കുന്നത് അത്ര നല്ല ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, തിരുവല്ല ബസ് സ്റ്റാൻഡിൽ അവളും അവളുടെ ചേച്ചിയും 4 വയസ്സുള്ള ആൺകുട്ടിയും കൂടെ നിൽക്കുകയാണ്. കൊച്ചു പറഞ്ഞു, എനിക്ക് ആ ബസ് വേണം. ഉടനെ അമ്മ പറഞ്ഞു, മോൻ പോയി എടുത്തോ. കൊച്ചു പോയി ബസ് പൊക്കാൻ നോക്കി, പൊങ്ങുന്നില്ല. ഇങ്ങോട്ട് വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ആദ്യം ഷർട്ട് അഴിച്ചങ്ങ് മാറ്റി വെച്ചു, പിന്നെ നിക്കറും അഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് വലിയ വായിലേ കരയാൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് അനിയത്തിയും കൂടെ ചാടിക്കേറി അവരവരുടെ മുഖം രക്ഷിച്ചു എന്ന് അന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അനുജത്തി പറഞ്ഞ വാക്കാണ്, 4 വർഷം കൂടി ഉണ്ടായ കുഞ്ഞാണ്, അതുകൊണ്ട് ചേച്ചി അവനെ അങ്ങ് സ്നേഹിച്ച് വഷളാക്കുകയാണ്. കൊച്ചെന്ത് വേണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി, അത് വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചി തയ്യാറാണ്. അങ്ങനെ സ്നേഹിച്ച് എന്തും വാങ്ങിച്ചു കൊടുത്ത് കുഞ്ഞിനെ വഷളാക്കി എടുക്കുന്ന ഒരു രക്ഷാകർതൃത്വമല്ല തീർച്ചയായിട്ടും നല്ലത്. കുഞ്ഞ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിലപിടിപ്പുള്ള ഒരു കൗതുക വസ്തുവാണെങ്കിൽ, ഒരു കളിപ്പാട്ടമാണ് എങ്കിൽ അവനത് ബർത്ത്ഡേക്ക് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് അവിടെ നിന്നും കുഞ്ഞിനെ മാറ്റി അവൻ ആഗ്രഹിച്ച ആ വസ്തു ഒരു സമ്മാനമായിട്ട് അവൻ്റെ പിറന്നാളിന് നമുക്ക് നൽകാൻ പറ്റും. പണത്തിൻ്റെ മൂല്യം കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിലേ തന്നെ അറിഞ്ഞു വളരണം. ഒന്ന് കരഞ്ഞാൽ, അല്ലെങ്കിൽ നിലത്ത് വീണ് കിടന്ന് ഒന്ന് ഉരുണ്ടാൽ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത നാണക്കേടുണ്ടാക്കുന്ന ഒരു വാക്ക് മിണ്ടിയാൽ എൻ്റെ പപ്പ അല്ലെങ്കിൽ എൻ്റെ മമ്മി എനിക്ക് എന്തും വാങ്ങിച്ചു തരും എന്നുള്ള ഒരു രീതി നല്ലതല്ല. ഒരിക്കൽ ഒരു പയ്യനെ കണ്ടു, ഒരു 18 വയസ്സ് കക്ഷിച്ച് പ്രായം കാണും. ഒരു കാതിലൊരു കമ്മൽ തൂക്കിയിട്ടിട്ടുണ്ട്, പുറകിലൊരു റബ്ബർ ബാൻഡ് ചുറ്റി ഇച്ചിരി മുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അതിനേക്കാളേറെ എന്നെ ആശങ്കാകുലയാക്കിയത് അവൻ്റെ പാൻറ്റാണ്. ലോ വേസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഒന്ന് തുമ്മിയാൽ മതി താഴെ പോകും എന്നുള്ള രീതിയിലാണ് പാൻറ്റ് കിടക്കുന്നത്. 3 ആൺമക്കളുടെ അമ്മയായ ഞാൻ ഒരല്പം ടെൻഷനോട് കൂടിയാണ് ഇവൻ്റെ ഈ പാൻറ്റിടിയിലൊക്കെ നോക്കി നിന്നത്. എൻ്റെ ഭർത്താവ് ഒരു കൗൺസിലറാണ്, അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. ഇവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 14 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ മകനാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് മകനെന്ന് വെച്ചാൽ ആ ജീവനാണ്. എങ്ങനെയൊക്കെയാണ് മകനെ സ്നേഹിക്കേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല, പക്ഷെ അല്പം ഗൗരവക്കാരനാണ് അച്ഛൻ. അങ്ങനെ എല്ലാം ഒന്നും സാധിച്ചു കൊടുക്കുന്ന പ്രകൃതമല്ല. അപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ആയതുകൊണ്ട് തന്നെ അച്ഛൻ അറിയാതെ പല കാര്യങ്ങളും അമ്മ മകന് സാധിച്ചു കൊടുത്തിരുന്നു. പയ്യൻ വളർന്നു, 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അടുക്കളയിലേക്ക് കയറി വന്നു. അമ്മ പച്ചക്കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം വളരെ സ്നേഹത്തോടെ അമ്മയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ മോൻ ഇത്രയും വലുതായിട്ട് എന്തൊരു സ്നേഹം എന്നോട്. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ വേണമല്ലോ. പിന്നെ അമ്മ പറഞ്ഞു, ഒരു 10,000 ഒക്കെയാണ് എൻ്റെ കയ്യിൽ എടുക്കാൻ കാണുമായിരിക്കും. ഉടനെ മോൻ പറഞ്ഞു, 5,000 കൊണ്ടൊന്നും പറ്റുകയില്ല. അമ്മ ചോദിച്ചു, എന്തിനാ? എനിക്കൊരു ബൈക്ക് വേണം. ഉടനെ പറഞ്ഞു, അയ്യോ മോനെ, എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല, നീ ചെന്ന് അച്ഛനോ പപ്പായോട് ചോദിക്ക്. ഉടനെ പറഞ്ഞു, എനിക്കങ്ങ് മേല അങ്ങേരുടെ മുന്നിൽ പോയി കൈയും കെട്ടി ഓച്ചാനിച്ച് നിൽക്കാൻ. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ വേറെ മാർഗ്ഗമൊന്നുമില്ല മോനെ, എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും എടുക്കാനില്ല, ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും ഉണ്ടാകത്തില്ല. പയ്യൻ്റെ ഭാവം അങ്ങ് മാറി. അമ്മയുടെ കയ്യിൽ നിന്നും പച്ചക്കറി എരിഞ്ഞുകൊണ്ടിരുന്ന കത്തി പിടിച്ചു വാങ്ങിയിട്ട് താടിക്ക് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, കൈ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കഴുത്തേ കിടക്കുന്ന 5 പവൻ്റെ മാല ഇങ്ങൂരി തന്നാൽ മതിയെന്ന്. അങ്ങനെ ഗത്യന്തരമില്ലാതെ അമ്മ 5 പവൻ്റെ മാല ഊരിക്കൊടുത്തു. അതാണ് അച്ഛൻ അറിഞ്ഞ് അല്ലെങ്കിൽ പപ്പ അറിഞ്ഞ് ആ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം. അതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആരാണ്ടൊക്കെയോ പറഞ്ഞു, നല്ലൊരു കൗൺസിലറെ കൊണ്ട് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയാൽ ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൗൺസിലിങ്ങിന് വന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല ഫലവുമുണ്ടോ എന്ന് പറയുന്നത് പോലെ 10-18 വയസ്സ് പ്രായമുള്ളവനെ ഇനി എങ്ങനെ മാറ്റാനാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പങ്കാളി അറിയാതെ ഒറ്റയ്ക്ക് മക്കളെ സ്നേഹിച്ച് കളയാം എന്നൊരു ധാരണ പലപ്പോഴും അമ്മമാരുടെ സൈഡിൽ നിന്നും ഉണ്ടാകാറുണ്ട്. അപ്പനറിയാതെ മക്കൾ വന്ന് ചോദിക്കുമ്പോൾ അവരോടുള്ള സ്നേഹത്തെ പ്രതി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന അമ്മമാർ ഒത്തിരി പേരുണ്ട്. പലപ്പോഴും അപ്പനോട് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് പക്ഷേ അവനെ ഒരു പക്ഷേ ഭാവിയിലേക്ക് നല്ല കാര്യമായിരിക്കും.
പലപ്പോഴും അച്ഛനറിയാതെ അമ്മമാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ കുട്ടിക്ക് ദോഷകരമായി ഭവിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പങ്കാളികൾ രണ്ടുപേരും അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് കുഞ്ഞിനും നല്ലത്, രണ്ടുപേർക്കും, പങ്കാളികൾക്കും നല്ലത്. രക്ഷാകർതൃത്വത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. രണ്ടുപേരും പരസ്പരം ആലോചിച്ച് തീരുമാനമെടുത്തതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുക. പണ്ടൊരിക്കൽ ഒരു കൗൺസിലറിൻ്റെ അടുക്കൽ ഒരു അപ്പനും അമ്മയും ഏക മകനും കൂടെ ചെന്നു. മകൻ ഒറ്റയ്ക്ക് കണ്ടു, എല്ലാവരും ഒറ്റയ്ക്ക് കാണുകയാണ്. അപ്പനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ആ കൗൺസിലറോട് അപ്പം പറഞ്ഞത്, എൻ്റെ സാറേ, ലോകത്തിൽ ഒരപ്പനും ഇതുപോലെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചു, എന്നിട്ടും അവൻ വഴിപിഴച്ചു പോയല്ലോ. അമ്മയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ സാറേ, ലോകത്തിൽ ഒരമ്മയും ഇതുപോലെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ടും എൻ്റെ മകൻ വഴിപിഴച്ചു പോയല്ലോ. മകനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ മകൻ പറഞ്ഞു, എൻ്റെ സാറേ, നേരെ നോക്കിയാൽ അതുങ്ങൾ രണ്ടും കീരിയും പാമ്പും പോലെയാ. സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് ഞാൻ വല്ലോടത്തോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അവിടെ കൂട്ടുകാർ പല സാധനങ്ങളും തരും, അതൊക്കെ പരീക്ഷിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹത്തിന് കുടുംബജീവിതത്തിലുള്ള പ്രാധാന്യത്തെയാണ് ആ മകൻ്റെ വാക്കുകൾ വെളിവാക്കുന്നത്. അപ്പനും അമ്മയും മകനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. രണ്ടുപേരും നേരിട്ടങ്ങ് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. പക്ഷേ രണ്ടുപേർക്കും തമ്മിൽ പരസ്പരം സ്നേഹമില്ല. അപ്പനെയും അമ്മയും മാതൃകയാക്കുന്ന കുഞ്ഞുപ്രായത്തിൽ അവൻ കണ്ടുവരുന്നത് രണ്ടുപേരും തമ്മിൽ കീരിയും പാമ്പും പോലെ വഴക്കടിക്കുന്ന അവസ്ഥ. കുടുംബത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ എങ്ങോട്ടൊക്കെയോ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ഒരു അപ്പൻ, നല്ല ഒരു അമ്മ ആകാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ദൈവം നമുക്ക് ആദ്യം തന്ന പങ്കാളിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് ആദ്യം തന്നത് പങ്കാളിയെയാണ്. അതിനുശേഷമാണ് ആ പങ്കാളിയിലൂടെ നമുക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ നേരിട്ട് സ്നേഹിക്കുന്നതിന് പകരം പങ്കാളിയെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിൽ നിന്നും ആവശ്യത്തിനുള്ള ഊർജം, സ്നേഹം അവന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പങ്കാളിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം പലപ്പോഴും കുഞ്ഞിന് ദോഷം തന്നെയാണ് വരുത്തി വയ്ക്കുക. മറ്റൊന്ന്, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കാര്യം തന്നെയാണ്. ഒറ്റ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം വർത്തമാനത്തിനിടയ്ക്ക് ഞാൻ അവളോട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു, എന്താ വേറെ കുട്ടികളൊന്നും വേണ്ടേ? വളരെ അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെ ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്ക് വളരുന്നു. എപ്പോഴും അവൻ പറയും, എൻ്റെ കൂട്ടുകാർക്കൊക്കെ കുഞ്ഞുവാവയുണ്ടായി, എനിക്ക് മാത്രം എന്താ കുഞ്ഞുവാവയില്ലാത്ത? കളിക്കാൻ കൂട്ടാരുമില്ല, അയൽവക്കത്തേക്കൊക്കെ അങ്ങനെ വിടുകയില്ല. വല്ലാത്ത ഒരു വേദന ആ അമ്മ അനുഭവിക്കുന്നതായി തോന്നി. എന്നാൽ അധികം ആരോടും പ്രകടിപ്പിക്കാനാവാത്ത വേദന. സംസാരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രണ്ടുപേർക്കും ശാരീരികമായി യാതൊരു കുഴപ്പങ്ങളും ഇല്ലതാനും. സംസാരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യം, സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഉയർന്നു വന്നയാളാണ് അവളുടെ ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോഴും ആ താഴേക്കിടയിൽ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇപ്പോൾ വണ്ടികളുണ്ട്, വാടകയ്ക്ക് കൊടുക്കാൻ കടമുറികളുണ്ട്. അങ്ങനെ നല്ല സാമ്പത്തിക നിലവാരത്തിൽ അദ്ദേഹം ഇപ്പോൾ കഴിയുന്നു. ഇപ്പോൾ ഉള്ളത് ഒരു ആൺകുട്ടിയുമാണ്. അദ്ദേഹത്തിൻ്റെ പേടി, ഇനിയും മക്കളുണ്ടായാൽ തൻ്റെ സ്വത്ത് മുഴുവൻ അവർക്ക് വീതം വയ്ക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. താനുണ്ടാക്കിയ സമ്പത്ത് വിഭജിച്ചു പോകാതെ അതിങ്ങനെ തൻ്റെ കണ്ണടയുവോളം ഒറ്റയാൾ തന്നെ ഇങ്ങനെ അനുഭവിച്ചു വരിക. അവളുടെ ശരിക്കും ആ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഭർത്താവ് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അമ്മയുടെ വേദന കണ്ടു വളരുന്ന ആ കുട്ടിയിലും ഒരു നല്ല ഒരു അപ്പനോടുള്ള, നല്ല ഒരു മാതൃക അച്ഛനോടുള്ള, അല്ലെങ്കിൽ മാതൃക അച്ഛനെ കണ്ടു വളരുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന ഗുണങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അമ്മയുടെ ആ ഒരു വിഷമം, താൻ ഒറ്റപ്പെടുന്നു എന്നുള്ള വേദന, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ കുഞ്ഞിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിലും പരസ്പരം ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. വളരെ പ്രശസ്തനായ സംഗീതജ്ഞനായ ഡോക്ടർ എസ് ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയ ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ഗർഭത്തിലായിരിക്കുന്ന അവസരത്തിൽ എന്നും അവർ സംഗീതം അഭ്യസിക്കുമായിരുന്നു. എന്നും പുലർച്ചെ എഴുന്നേറ്റ് സാധകം ചെയ്യുമായിരുന്നു. ഗർഭക്ലേശങ്ങൾ കൂടി വന്നപ്പോൾ
വീട്ടുകാരെതിർത്തു. വേണ്ട മോളെ, പ്രയാസമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു അത്രേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ സംഗീതം അഭ്യസിപ്പിക്കട്ടെ. ഏതാനും നാളുകൾക്ക് ശേഷം അവരൊരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. ആ കുഞ്ഞ് സംഗീതം പഠിച്ചു, മഹാനായ സംഗീതജ്ഞനായി. ഡോക്ടർ എസ് ബാലമുരളീകൃഷ്ണ. അമ്മയുടെ ആഗ്രഹം, അമ്മയുടെ സ്വപ്നം, അമ്മയുടെ താല്പര്യം ആ കുഞ്ഞിലൂടെ പൂർത്തിയാകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ടാഗോറിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, ഞാൻ എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ എന്നെ? കുഞ്ഞിനെ മാറോട് ചേർത്ത് ചിരിച്ചും കരഞ്ഞും കൊണ്ട് അമ്മ പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായിരുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ അഭിലാഷമായി കുഞ്ഞുങ്ങൾ ജനിക്കാൻ തീർച്ചയായിട്ടും നാം പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തരുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ. അവരെ ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നന്നായി വളർത്തുക എന്നുള്ള വലിയൊരു ചുമതലയാണ് രക്ഷാകർതൃത്വം എന്ന ആ ഒരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്നതിലൂടെ ദൈവം നമുക്ക് തരുന്നത്. വിവാഹിതരാകുന്ന പുരുഷനും സ്ത്രീക്കും ദൈവം തരുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണത്. അപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായ രീതിയിൽ പൂർത്തിയാക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൻ്റെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.